മണൽ മാഫിയ. സോ മലയാളത്തിൽ നിന്ന് മണൽ മാന്തൽ അല്ലെങ്കിൽ മണൽ മാഫിയെ പറ്റിയിട്ട് ഒരു പടം OTT റിലീസ് ഉണ്ട്. കടകൻ എന്നാണ് സിനിമയുടെ പേര്. സോ ഇപ്പോഴും മണൽ മാഫിയും മണൽ മാന്തലൊക്കെ ഉണ്ടോ? അതാണ് എനിക്ക് ഈ സിനിമയിൽ മനസ്സിലാവാത്തത്. റൊണാൾഡോ യുവന്റസ് നിന്ന് അതേപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോയ സമയത്ത് ജേഴ്സി ഇട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇതിൽ. അപ്പൊ ഏകദേശം 2023 കഥ പറയുന്ന സിനിമയാണ്. അപ്പോഴും മണൽ മാഫിയൊക്കെ ഉണ്ടാ. അത് വിടും. സോ ഈ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മണൽ മാന്തൽ അവരെ പോലീസ് പിടിക്കാൻ പാടില്ല. അത്ര മണൽ മാന്തല് എന്തോ ഈ രാജ്യത്തിന്റെ അതിർത്തിയിൽ പട്ടാളക്കാർ നിൽക്കുന്ന പോലെ അത്രയും പുണ്യപ്രവൃത്തിയായിട്ട് കാണണം. എന്നാ പിന്നെ എല്ലാത്തിനും ഓരോ പത്മശ്രീയും കൂടി അങ്ങോട്ട് കൊടുക്കാം, മതിയോ? പോലീസുകാരെ പിടിച്ച പോലീസുകാരെ തല്ലും, പട്ടാളക്കാർ നേവി എല്ലാം വന്നാൽ തടുത്തു നിർത്താൻ പറ്റാത്ത ഒരു നായകനാണ് ഇതിൽ നമ്മുടെ ഹക്കീം ഷാജഹാൻ. സോ ഹക്കീം ഷാജഹാന്റെ തന്തപ്പിടി അതിലേറെ സൂപ്പറാണ് ഇതിൽ. ഹരിശ്രീ അശോകനാണ് മകൻ. ഒരു പോലീസുകാരന്റെ ചെകിട് അടിച്ച് പൊളിച്ചിട്ട് ആളുടെ കേൾവി പോയി. പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ ആരടാ എന്റെ മനെ തൊടാൻ, നല്ല ബെസ്റ്റ് തന്തപ്പിടി. പിന്നെ മകൻ ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമില്ലല്ലോ. സോ യൂഷ്വലി ഹക്കീം ഷാജഹാന്റെ പടത്തിൽ എന്തെങ്കിലും ഉണ്ട്, ഒരു ക്വാളിറ്റി സ്റ്റഫ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. ഇതിലൊന്നുമില്ല. കുറെ അലറലും അതേപോലെ തന്നെ പേ പിടിച്ച് നടക്കുന്ന പോലെ കുറെ ഫൈറ്റും ഇതന്നെ ഈ സിനിമയിലുള്ളൂ. ജൂനിയർ NTR ദേവരയല്ലേ ഈ മറ്റേ ഷിപ്പിന്റെ കയർ തൂങ്ങി വരുന്നില്ല, ആകാശത്ത് കയറ് കെട്ടിയിട്ട്, അതേപോലെ തന്നെ വിമാനത്തിൽ നിന്ന് വീണ പോലെ പെട്ടെന്ന് വന്ന് വീണിട്ട് ഒരു ഫൈറ്റ് സീന്, പിന്നെ കുറച്ച് പാട്ട്, വീണ്ടും ഫൈറ്റ് സീന്. കലിപ്പന്റെ കാന്താരി എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഇതിലുണ്ട്. സോ കലിപ്പൻ ഒരു കാന്താരി ഉണ്ട്, അത് അതിലേറെ വെറുപ്പിക്കലായിരുന്നു. ഈ സിനിമയിൽ ഡയറക്ടർ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ സകല ഓഡിയൻസിനും വെറുപ്പിക്കാൻ വേണ്ടിട്ട് സകല കാസ്റ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ശരത് സഭയുണ്ട് ഈ സിനിമയിൽ. ഒയ്യോ, വെറുപ്പിച്ച് കൈത്തന്നു.